ആരാ മനസ്സിലായില്ല? പെട്ടെന്ന് പറഞ്ഞ മാഷിനെ അറിയാൻ വഴിയില്ല. ഞങ്ങൾ മൈക്കിളിനെ കാണാമെന്നതാ. അവനിവിടെ ഇല്ലല്ലോ. എവിടെ പോയി? അവൻ ഇന്നലെ ഉച്ച തിരിഞ്ഞു പോയതാ, ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എങ്ങോട്ടാ പോയതെന്ന് ആര് കണ്ടു? അപ്പൊ അവനോട് ഇല്ല. ഇല്ല. എന്താ കാര്യം? കാര്യം അത് മൈക്കിളോട് നേരിട്ട് പറയാനുള്ളതാ. പിന്നെ അവൻ വന്നാ പറഞ്ഞേര് പ്രഭു വന്നിരുന്നു. പോട്ടെ. ഒന്ന് നിക്കണേ. നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് എന്തോ സ്വരച്ചേർച്ചയില്ലായ്മ പോലെ. നിങ്ങളൊക്കെ ആരാ? എന്താ അവനുമായിട്ടുള്ള ബന്ധം? പരിചയപ്പെടലൊക്കെ പിന്നെയാവും മാഷേ. എന്തായാലും എന്റെ ശബ്ദത്തിന്റെ സ്വരച്ചേർച്ചയില്ലായ്മ മാഷിന് മനസ്സിലായില്ലേ? ശരിയാ, ഞങ്ങൾ ആന്റണി മുതലാളിയുടെ ഒരു 50 ലക്ഷം രൂപയുടെ മുതല് അവന്റെ കയ്യിലുണ്ട്. അതാ ഞങ്ങൾ അവനും തമ്മിലുള്ള ബന്ധം. ആ 50 ലക്ഷത്തിന്റെ നഷ്ടക്കണക്കൊന്ന് പറഞ്ഞു തീർക്കാനാണ് ഞങ്ങൾ വന്നത്. സാരല്ല, അവനെ ഞങ്ങൾ കണ്ടോളാം. പിന്നെ മൈക്കിള് വരുമ്പോ വന്നതാരാന്ന് ചോദിച്ചാ പേര് പറയാൻ മറക്കണ്ട. പ്രഭു വന്നിരുന്നു. Kerala, God's own country. Madamas, English very much knows I. All madamas, not only but also, I love and help. You kiss or I kiss? What? Okay, no kiss. One day I benega crorepati, and this chain one Russian madama gives. You give some chain? See, Sebastian, I just want to meet Michael. Yeah, Michael, here or where I find Michael. ചേട്ടാ ഒരു കോളത്ത് വരുമ്പോ ആളെ കാണൂലെന്ന് പറഞ്ഞ പോലെ ആണല്ലോ. എടാ മൈക്കിളെ, മൈക്കിളെ. ഇനി വന്നേ. എടാ നിന്നെ തിരക്കി ആ മദാമ്മമാര് നടക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. എവിടെ? ബ്രൗൺ ഷുഗറോ യെല്ലോ ഷുഗറോ എന്തെങ്കിലും പണ്ടാരം കൊടുത്ത് കാശ് വാങ്ങി. പ്ലീസ് കം. Hi, Michael. Where were you, man? Yes, Mom. Tell me, please. See, 1,000 rupees. Oh, I am sorry. I want 2,000 rupees. Yes. 4,000 rupees. You give. Michael! പ്രഭുണ്ണ, എന്താ പ്രഭുണ്ണ ഇത്? അണ്ണ വിടാൻ പറ പ്ലീസ്. കൗശലക്കാരനാ നീ. ഇപ്പൊ പ്രഭു വന്നത് നിന്റെ ഈ ചിരി കാണാനല്ല. എവിടാ സാധനം? ഗോഡ് പ്രോമിസ്, ഞാനത് കടലിലെറിഞ്ഞതാ. മൈക്കിളെ, നിന്റെ പതിവ് തമാശക്കളിയല്ല ഇത്. പ്രഭുണ്ണ, ഞാൻ സത്യ പറഞ്ഞത്. കസ്റ്റംസ് കാര്യം പറഞ്ഞപ്പോ ഞാനത് കടലിലെറിഞ്ഞു. എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. നിന്നെ കൊണ്ട് സത്യം ഞാൻ പറയിപ്പിക്കടാ പന്നിയുടെ മോനെ. പ്രഭുണ്ണ, വേണ്ട വേണ്ട വേണ്ട. കൂടെ നിന്ന് ചതിക്കുന്നവരെ ബാക്കി വെക്കരുതെന്ന് ആന്റണി മുതലാളി നിന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മൈക്കിളെ, നീ പോ.
കുറച്ചുകൂടി ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്ക്. ചുമ്മാ തേനൊന്ന് പറഞ്ഞ് കിടക്കുമ്പോ നോക്കാൻ മക്കളും മരുമക്കളും ഒത്തിരി ഉണ്ടല്ലോ. എനിക്ക് മക്കളും മരുമക്കളും ഒന്നും വേണ്ട, എനിക്ക് ഇവന്മാരും മതി. ആ ശരിയാ, മോളെ കെട്ടിച്ചു വിട്ടാലും ജോസഫേട്ടന് സ്മോളിങ്ങിന് കമ്പനി തരാനായിട്ടെങ്കിലും ഈ തടിമാടന്മാർ എപ്പോഴും കൂടെ കാണും. എന്തിനാ ഹോസ്പേട്ട വെച്ച് താമസിപ്പിക്കുന്നേ? ഏതെങ്കിലും കോന്തന്റെ തല്ലിൽ കെട്ടി വെച്ചൂടെ? എനിബടി പോരാ, ഇംഗ്ലണ്ടിലെ വെല്ലോൺ ഫാമിലിയിലെ വെല്ലോൺ പേഴ്സണെ കൊണ്ട് മാത്രമേ എന്റെ കൊച്ചുമകളെ ഞാൻ കെട്ടിക്കൂ. അതിനുള്ള പെട്ടിയും തൂക്കിക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. നീ വിളിക്കണ്ട, യവൻ കാരണം എത്ര പേരുടെ തല്ല ഞാൻ ദിവസവും കൊണ്ടോണ്ടിരിക്കുന്നറിയോ? അയ്യോ പട്ടി കുറയ്ക്കുന്നു, പോലീസാണെന്ന് തോന്നുന്നു. മനസ്സമാനായിട്ട് മദ്യവെക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഇവരുടെ 100 പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഈ കള്ളക്കടത്തുകാരോട് ഒലത്താൻ പോകരുതെന്ന്. നട റോട്ടിട്ട് പേപ്പട്ടിയെ തല്ലുന്നവരെ തല്ലുന്ന കണ്ടിട്ടാ ഞാൻ ഈ നാറിയ പ്രശ്നത്തെ ഇടപെട്ട തന്നെ. സമാധാനമായി, പോലീസല്ല, നമ്മുടെ ബാർബർ കുട്ടപ്പൻ ചേട്ടനാണോ? പെട്ടെന്ന് പണക്കാരനാവാൻ വേണ്ടി എന്ത് വൃത്തികേടും ചെയ്യുന്ന ഒരാള്, ആ വൃത്തികേട് സപ്പോർട്ട് ചെയ്യാൻ മറ്റൊരാള്. ഞാൻ എന്ത് തെറ്റിയെന്നാ നിങ്ങൾ ഈ പറയുന്നത്? അവരുടെ സാധനം ഞാൻ കടലിലെറിഞ്ഞതാ. കടലിലെറിയ അത് റേഷനറി അല്ലേ? യവൻ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. കടലിന് തീ പിടിക്കുന്ന നുണ പറയുന്നവനാ നീ. എന്നാ അതെ ശിവ, നീ എങ്കിലും ഞാൻ പറയുന്നൊന്ന് വിശ്വസിക്ക്. ഇവൻ പറയുന്ന പോലെ ഞാൻ സാധനം മുക്കിയതല്ല. സത്യം സത്യം. എന്നാ നീ ധൈര്യമായിട്ടിരിക്കും, ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. സാറിനെ തിരുവനന്തപുരത്ത് ഞാൻ പലതവണ ട്രൈ ചെയ്തിരുന്നു. ഇല്ലായിരുന്നു. ഇലക്ഷൻ അടുത്ത് വരികയല്ലേ, യോഗം 2 ദിവസം കൂടി ഉണ്ട്. അപ്പോഴാണ് ബോംബെ നിന്ന് ആന്റണി സാറിന്റെ ഫോൺ വന്നത്. ഉടനെ കൊച്ചിയിലെത്തി നിന്നെ കാണണമെന്ന്. എന്തായിരുന്നു പ്രോബ്ലം? മെനഞ്ഞാന്ന് രാത്രി കുറച്ച് സാധനം ബോംബെന്ന് കൊച്ചിയിലെത്തുന്നു പറഞ്ഞിരുന്നു. ബോംബെ നിന്ന് ബാർഗെയിൻ ചെയ്യാൻ വേലുബായി വന്നിരുന്നു. അയാൾക്കിട്ടൊരു പണി പണിതിട്ടാ ആന്റണി സാർ സാധനം കൈക്കലാക്കിയത് ഇങ്ങോട്ട് അയച്ചത്. സാധനം എടുക്കാൻ പുറംകടലിലേക്ക് അയച്ചത് പുതിയൊരു പയ്യനെയാ. സാറിനറിയാം, ഒരു മൈക്കിൾ. സാധനം അവന്റെ കൈ തന്നെ കിട്ടിയതാ. നേരം വെളുത്തിട്ട് അവനെ കാണാതായി അന്വേഷിച്ചപ്പോ അവന്റെ ഒരു വിളി വന്നു. കസ്റ്റംസുകാർ പിടിച്ചപ്പോ അവനത് കടലിൽ എറിഞ്ഞു. അത് ശുദ്ധ നുണയാ. മെനഞ്ഞാന്ന് രാത്രി ഒരു കസ്റ്റംസുകാർ ഇവിടെ കടലിൽ ഇറങ്ങിയിട്ടില്ല. എന്നിട്ട് അവന് തപ്പിയില്ലേ? തപ്പി, പക്ഷെ എന്റെയും പിള്ളേരുടെയും കയ്യിൽ അവൻ രക്ഷപ്പെട്ടു. പയ്യൻ കൊള്ളാലോ. ആന്റണി സാറ് പറഞ്ഞ അവനെ കിട്ടിയില്ലെങ്കിൽ അവരുമായി ബന്ധമുള്ള എല്ലാരെയും പിടിച്ച് അകത്തിടാനാ. അത് ഇങ്ങനൊരു കേസിൽ പോലീസ് ഇടപെടുക എന്ന് പറഞ്ഞാൽ അവന്മാരെ പേരിൽ എന്തെങ്കിലും കേസ് ഉണ്ടാക്കണോ? സാർ അത് എനിക്ക് വയ്യെങ്കിൽ ഞാൻ SP വിളിച്ച് പറയാം. വേണ്ട സാർ. തനിക്ക് ഇദ്ദേഹത്തെ അറിയാവോ? ഈ ആന്റണിയെ അക്കവും അക്ഷരവും പഠിപ്പിച്ച പഴയ പള്ളിക്കൂടം വാദ്യാർ സിറിയാക്ക് മാസ്റ്റർ. നമസ്കാരം മാസ്റ്റർ. നമസ്കാരം. എന്നെ പോലുള്ളവർക്ക് ജീവിതം എന്നത് ഒരു പാമ്പും കോണിയും കളിയാ. ഇപ്പോഴത്തെ കളിയിൽ മാസ്റ്ററിന്റെ മകൻ മൈക്കിൾ എന്റെ 50 ലക്ഷം രൂപയുടെ മുതലുമായിട്ടാ മുങ്ങിയത്. എവിടെയുണ്ടവൻ? എനിക്കറിയില്ല. പണിക്കരെ, എന്തായടൂ സമയം? 12:10. 12:10. സമയം മോശമാണല്ലോ പണിക്കരെ. ദൈവത്തെ ഓർത്ത് എന്നെ ഒന്നും ചെയ്യരുത്, ഞാനൊരു രോഗിയാ. ഇനി തല്ലിയാ താൻ ചാവും. അതൊഴിവാക്കാൻ വേണ്ടിയാ. പറ, എവിടെയാ മൈക്കിൾ? എനിക്കറിയില്ല, സത്യമായിട്ടും അറിയില്ല. ഡോക്ടർ, ഐ കാൻ ഡു ഇറ്റ്. അങ്ങനെ പറയരുത്. പകരം ഡോക്ടർ എന്ത് ചോദിച്ചാലും മുതലാളി തരും. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഡോക്ടർ ഒന്നുകൂടി ആലോചിക്ക്. ആന്റണി മുതലാളിയുടെ കേസാണ്. ഹൂ ഈസ് ആന്റണി? ഐ കാൻ ചേഞ്ച് ദ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഒരു അബദ്ധം പറ്റിയതാ, ചെറിയൊരു കൈയബദ്ധം. ഡോക്ടർ വിചാരിച്ചാൽ അത്. നൗ ലുക്ക് മിസ്റ്റർ ആന്റണി, ഐ ഹാവ് ടോൾഡ് ഹിം എവരിതിങ് ആൻഡ് സ്റ്റിൽ ഇഫ് യു ഡിസ്റ്റർബ് ഐ വിൽ ലെറ്റ് റിപ്പോർട്ട് ഇറ്റ്. അയാള് ചെയ്യൂലെന്ന്. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കണോ പണിക്കരെ? ഹൗ മെനി അറ്റ് ഹോം? വൈഫ് ആൻഡ് 2 kids. ഭാര്യയും 2 മക്കളും. എന്തിനാ? എന്താ കാര്യം? പണിക്കരെ, സമയം എന്തായിരുന്നു?
കൃത്യം പറഞ്ഞ 2:15. ഡോക്ടറെ, അങ്ങേര് സമയം ചോദിച്ചാ അത് കാലം കോഴി കൂവിയതുപോലെയാ. സിറിയക് മാഷിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാറ്റി എഴുതിയില്ലെങ്കിൽ റിപ്പോർട്ട് 3 വേറെ എഴുതേണ്ടി വരും. മനസ്സിലായില്ല അല്ലേ? സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും. എന്താ വേണം? വേണ്ട. എന്നാ ചെല്ലു. വേണ്ട സർ, ഞാൻ ചെയ്തോളാം. താങ്ക് യു ഡോക്ടർ, താങ്ക് യു വെരി മച്ച്. ബി പ്രാക്ടിക്കൽ. ആരാടോ നടുറോടി വണ്ടിയുമായിട്ട്? ആരാണെന്ന് അറിയില്ല. ഏതെങ്കിലും അലമ്പ് പിള്ളേരായിരിക്കും. ഏതായാലും ഞാനും നോക്കട്ടെ. വേലുഭായ്, മുതലാളി. എന്താടോ? വേലുഭായ്. ഭായ്. ഫോർട്ട് കൊച്ചിയുടെ രാജാവേ വണക്കം. നിന്റെ ഈ കാലു തൊട്ട് വണങ്ങുന്ന സ്വഭാവം നീ ഇതുവരെ മറന്നിട്ടില്ല അല്ലേ? പക്ഷെ ഒരു കാര്യം നീ മറന്നു, ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യം. എന്റെ കയ്യിൽ നിന്ന് 3 കിലോ വെള്ളിയുമായി കൊച്ചിയിലെത്തി നീ ബിസിനസ് തുടങ്ങിയ കഥ. ഭായ്, എന്നെ പലപ്പോഴും നീ തിരിഞ്ഞു കുത്തിയപ്പോഴും ഞാനത് ക്ഷമിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം മുംബൈയിൽ എന്റെ തട്ടകത്തിൽ വന്ന് നീ എന്നെ നാണം കെടുത്തിയിട്ടാ പോന്നത്. വേലുഭായ്, ഭായ് എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. നോ, വേലുഭായ് നുണ പറയാറില്ല. അർജുൻ ഭായ്, എന്നെ ചതിച്ച് നീ സ്വന്തമാക്കിയ ആ പയ്യൻ എടുത്തു എന്ന് നീ കരുതുന്ന എന്റെ മുതല്. എന്താ പയ്യന്റെ പേര്? മൈക്കിൾ. യെസ്, മൈക്കിൾ. അവനെ കസ്റ്റംസുകാര് വളഞ്ഞു എന്ന് അവൻ പറഞ്ഞത് നേരാണ്. ഇവരൊക്കെ ആ കസ്റ്റംസുകാര്. ഭായ് പൊറുക്കണം, ഇനി ഞാനത് ആവർത്തിക്കില്ല, ആവർത്തിക്കരുത്. അതിനാണ് ഞാനിപ്പോ വന്നത്. മുംബൈയിൽ ചതിയനൊരു ചെല്ലപ്പേരുണ്ട്, ദോക്കെ ബാസ്. ഇപ്പൊ നിന്റെ പേരതാണ്. ഭായ് പ്ലീസ് എന്നെ കൊല്ലരുത്. പ്ലീസ് ഭായ്, പ്ലീസ്. യെസ്, വൺ മോർ ചാൻസ്. പൊയ്ക്കോ. ഒപ്പീസ് വിലേണ്ട കാര്യമൊക്കെ ഞാൻ അച്ഛനോട് പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നിക്കവിടെ, ഒരടി മുന്നോട്ട് വയ്ക്കരുത്. നിന്റെ അപ്പൻ ആന്റണി പറഞ്ഞു വിട്ടല്ലേ നിന്നെ ഞങ്ങളുടെ മാസ്റ്റർ കൊന്ന് കുളിച്ചു മൂടിയിട്ട് അനുശോചനം അറിയിക്കാൻ. വേഗം സ്ഥലം വിട്ടോ, അല്ലെങ്കിൽ ഈ കാറിലിട്ട് പച്ചയ്ക്ക് കത്തിക്കും ഞങ്ങൾ. നീ ഇടപെടണ്ട. വീട്ടിൽ കയറി വരുന്ന ഒരാളോട് വീട്ടിൽ നിന്നല്ല, നാട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്ന അവളെ. എടാ, നിന്റെ അപ്പന്റെ കൊലപാതകയുടെ മോളാ ഇവള്. ഒക്കെ കഴിഞ്ഞിട്ട് ഒരു നാടകം കളിക്കാൻ സ്വന്തം അപ്പം പറഞ്ഞു വിട്ടിരിക്കുക അവളെ. എവളെ ഒരു നിന്നോടാ പറഞ്ഞ വേണ്ടെന്ന്. ഞാൻ പറയും. എനിക്ക് അത്രയ്ക്ക് തന്നുകൊണ്ടാ. നീ ഒന്നും പറയണ്ട, അകത്ത് പോ. പോകാൻ. ഞാൻ വന്നത് ക്ഷമ ചോദിക്കാനാ, എന്റെ പപ്പ ചെയ്ത തെറ്റിന്. ക്ഷമ ചോദിക്കാൻ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിയതാണെങ്കിൽ ഈ തുറയിൽ എത്ര പേരെ കണ്ട് ക്ഷമ ചോദിക്കുന്നീ? ഒരു ജന്മം മുഴുവൻ പ്രായച്ചിത്തം ചെയ്താലും തീരാത്ത മഹാപാപങ്ങൾ ഈ തുറക്കാരോട് ചെയ്തു കൂട്ടിയിട്ടുണ്ട് നിന്റെ പപ്പ. ഒടുവിൽ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ അപ്പനെ പകരത്തിന് പകരം മൈക്കിൾ അറിയാഞ്ഞിട്ടല്ല, എല്ലാം ഒന്ന് അടയും കാണാൻ ക്ഷമിക്കുക. ഞാൻ പോയി പറഞ്ഞേക്ക് നിന്റെ പപ്പയോട്, തല്ലിച്ചതച്ചു വന്ന പഴയ പള്ളിക്കൂടം ബാധ്യയുടെ ആത്മാവിന് ഗുരുദക്ഷിണ ചോദിക്കാൻ ഒരു നാൾ മൈക്കിൾ വരുമെന്ന്. അന്ന് നീയും നിന്റെ പപ്പയും ഒരുപാട് വില തരേണ്ടി വരും എനിക്ക്. പോയിക്കോ. പോലീസ് കസ്റ്റഡി വെച്ച് ആരെങ്കിലും മരിച്ചാ അതിന്റെ ഉത്തരവാദിത്വം പോലീസിനാ, അല്ലാതെ എനിക്കല്ല. ഒരു കുട്ടി പത്രം എന്തെങ്കിലും എഴുതിന്ന് വെച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ. ആ ഡോക്ടർക്ക് നമ്മൾ വാരി കോരി കൊടുത്തതല്ലേ. പപ്പയ്ക്ക് ഇത് എങ്ങനെ കഴിയുന്നു? തന്നെ നടക്കാൻ ത്രാണിയില്ലാത്ത ഒരു പാവം വൃദ്ധരെ തല്ലിക്കൊള്ളുക. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി?
എനിക്കും മമ്മിക്കും വേണ്ടിയാണെങ്കിൽ വേണ്ട. ഈ വൃത്തിയായിട്ട പണം കൊണ്ടുണ്ടാക്കിയ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. മോളെ എന്തൊക്കെയായി പറയുന്നേ? മോളകത്തു പോ. മിണ്ടരുത്. നിങ്ങളാണ് ഇതിനൊക്കെ കാരണക്കാരൻ. കൊന്നും പിടിച്ചു പറിച്ചും ഉണ്ടാക്കിയതിന്റെ ഒരു വിഹിതം പറ്റാൻ വേണ്ടി പപ്പയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കാൻ നിങ്ങള്. ഇത്രയും വർഷത്തിനിടയ്ക്ക് നിന്റെ മമ്മി പോലും ഇയാളുടെ മുഖത്ത് നോക്കി ഇങ്ങനെ വിരൽ ചൂണ്ടി സംസാരിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ നിനക്ക്? പുറത്തു കണ്ടാൽ പോലീസുകാരും നാട്ടുകാരും കല്ലെറിഞ്ഞു കൊല്ലാൻ നടക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. അന്ന് ഈ കടപ്പുറത്ത് എനിക്കും നിന്റെ മമ്മിക്ക് അഭയം തന്നത് ഇയാളാ, ഈ പണിക്കർ. നാട്ടുകാരുടെയും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇയാൾ കൊണ്ടുതന്ന ഒരു പിടി വറ്റും ഒരു അപ്പക്കഷ്ണമാ നമ്മളെയൊക്കെ ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. കൊണ്ടെത്തിച്ചത് കളക്ടർ ഉദ്യോഗത്തിലല്ലോ, അറപ്പും വെറുപ്പും തോന്നുന്ന ഒരു ചെകുത്താനായിട്ടല്ലേ? മോളെ നിങ്ങൾ കാണിക്കില്ല. മുതലാളി എന്തായി കാണിച്ചത്? പണിക്കരെ, അവളടിച്ചത് തന്റെ മുഖത്തല്ലടോ, ഇവിടെയാ, ഇവിടെ. ആന്റണി! 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 ഇറങ്ങി വേണ പട്ടി പുറത്ത്. പോലീസിനെയാണോ? വേണ്ട, രഘുവിനെ വിളി. രഘുരാമനെ MLA. ഇവറ്റകളെ തോൽപ്പിക്കേണ്ടത് ശക്തി കൊണ്ടല്ല, ബുദ്ധി കൊണ്ടാ. വാടാ, വാ. ആ പാവം മാസ്റ്ററെ ഇഞ്ചിഞ്ചായി കൊന്നിട്ടാണോ നീ? നിന്റെ കളി ഇന്നത്തോടെ അവസാനിപ്പിക്കണോ ഞാൻ? ചെറിയ കുമാറിന്റെ ശരീരത്തിൽ വീണ ഓരോ അടിക്കും നിന്നെ കൊണ്ട് ഞാൻ എണ്ണി എണ്ണി കണക്ക് പറയ്ക്കും. ഇവനെ വെട്ടി തുണ്ടാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകും. തെറ്റ് ചെയ്ത് ഇയാളാണെങ്കിൽ അതിന് ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുക്കും. നിങ്ങൾ MLA പറയണത്? ഇല്ല, ഈ തുറയിൽ ഒരാളെ കൂടി കൊല്ലാൻ ഈ ചെട്ടി അതിന് ബാക്കി വെച്ചില്ല. ശിവ, ഞാൻ പറയുന്നത് കേൾക്ക്. സമാനെ പിടിച്ച് മാറ്റിവനെ. ഇവിടെ വെച്ച് എന്തെങ്കിലും സംഭവിച്ച കേസ് മാറി നിങ്ങൾ കൊടുക്കും. ശിവ, കാര്യങ്ങളൊക്കെ MLA സ്ഥിതിക്ക് നീ വാ, ഞാനാ പറയുന്നത്. സാറേ, അവനെ വെറുതെ വിടരുത്. ഈ ചെറ്റയെ ചുമ്മാ വിടരുത്. ശിവൻ, സമയം എന്തായാടോ പണിക്കരെ? 11:20.